I should give it a try. Sahadeva? Sir. Yes. ഇങ്ങനെ കരയും ആരായാലും. പക്ഷെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഭാസ്കരൻ മരിച്ച കൃഷ്ണൻ നമ്പ്യാരിൽ നിന്ന് ഇങ്ങനെ ഒരു കരച്ചിൽ കേട്ടതായി രേഖപ്പെടുത്തിയിട്ടില്ല ഇതില്. ടോട്ടൽ കൺഫ്യൂഷൻ, കോംപ്ലിക്കേഷൻ. പക്ഷെ രസമുണ്ട്. തല തിരിഞ്ഞ ഒരു കേസ്. വെരി ഇൻട്രസ്റ്റിംഗ്. 8:30 മണിക്ക് വിളിക്കാമെന്ന് പറഞ്ഞതാ വൈഗയോട്. 1/2 മണിക്കൂർ ലേറ്റ് ആയി. സോറി വൈഗ. ഐ എം സോ സോറി. വെരി സോറി. Pick up. See, ഞാൻ പറഞ്ഞില്ലേ എടുക്കുന്നില്ല. പിണങ്ങി. ഹലോ. സോറി വൈഗ. സോറി ഒന്നും പറയണ്ട. റിയലി സോറി. തല പുകഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ ആ കേസിൽ. തോന്നി. വൈകിട്ടത്തെ TV ന്യൂസിൽ ഉണ്ടായിരുന്നു വാർത്ത. എന്തിനാ അപ്പേട്ട ഇതുപോലുള്ള കേസുകൾ എടുത്ത് തലേ വെക്കുന്നത്? തലേ വെക്കുന്നതല്ലോ വൈഗ, കെട്ടിവെച്ച് തരുന്നല്ലേ. ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ പറ്റില്ലെന്ന് പറയാൻ കഴിയോ എനിക്ക്? യുനോ, ഐ എം എ റെസ്പോൺസിബിൾ ഓഫീസർ. സൂക്ഷിക്കണം അപ്പേട്ടൻ. മരിച്ചയാളെ ചില്ലറക്കാരനല്ല. അപ്പൊ കൊന്നവരും അതുപോലുള്ളവരാവും. യെസ്. പക്ഷെ ഞാൻ കണ്ടുപിടിക്കും അവൻ എത്ര വലിയവനായാലും. പിന്നെ എന്തായി നമ്മുടെ പശു പ്രസവം, കൃഷ്ണൻ അമ്പലത്തിലെ ശയന പ്രദർശനം? വേണ്ടി വരുവോ? അപ്പൊ പ്രസവിച്ചോ? ഉച്ച കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ വിളിച്ചു പറയണമെന്ന് വിചാരിച്ചതാ. പിന്നെ അതങ്ങ് വിട്ടു. ആരാ അവിടെ പാത്രം തള്ളിയിട്ടോ വൈക? അയ്യോ അപ്പേട്ട, അടുക്കളയിൽ പൂച്ച കയറിയിട്ടുണ്ടെന്നാ തോന്നണേ. ഒന്ന് ഹോൾഡ് ചെയ്യോ? പിന്നെന്താ, ഹോൾഡ് ചെയ്യാലോ. വെറുതെ ഫോൺ ബില്ല് കൂട്ടുന്നത് എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതെ, ഞാൻ സംസാരിച്ചത് എന്റെ ഭാര്യയോടാണ് സഹദേവ, കാമുകിയോടല്ല. മനസ്സിലായോ? മനസ്സിലായി. എന്നാ പിന്നെ കൂട്ടിക്കൊണ്ടൊന്ന് ഇവിടെ നിർത്തിക്കൂടെ? അപ്പൊ പിന്നെ തറവാട്ടിലെ ഭഗവതിമാർക്ക് ആര് വിളക്ക് വെക്കും? പശുക്കളെ ആര് നോക്കും? തറവാട് ആര് അടിച്ചു വാരിയിടും എന്നൊക്കെ അവൾ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും സഹദേവ? ഒന്നും പറയാൻ പറ്റില്ല. അതാ വൈഗ, 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 ഇതെവിടെ പോയി കിടക്കുന്നു ഈ കുട്ടി? കുറച്ച് ദിവസമായിട്ട് കോൺസെൻട്രേഷൻ തീരെ അങ്ങോട്ട് ശരിയാവുന്നില്ല. സർ. എന്താടോ? അപ്പൻ സാറ്. വരാൻ പറ. സർ. വിളിപ്പിച്ചിട്ട് വരുന്നതാ. എനിക്ക് അയാളോട് 2 വർത്താനം പറയണം. വരട്ടെ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. അപ്പൻ അല്ലേ? സോറി സർ, ഡോക്ടർ അപ്പൻ മേനൻ, IPS. That's fine. ഈ IPS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പെർഫോമിംഗ് സർവീസ് എന്നാണ്. പെർഫോമും ചെയ്യണം വേണ്ടേ? ഓ വേണം. സഞ്ചരിക്കാൻ സർക്കാർ വണ്ടി അലോട്ട് ചെയ്യുമ്പോ പിന്നെന്തിനാ ഈ സ്വന്തം പജീറോ? എന്താ ഷോയാ? ഷോ അല്ല, ക്യാഷ് ഉള്ള വീട്ടിലാണേ. അതുകൊണ്ട് സർക്കാർ വണ്ടി സ്വീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, കൈയിട്ട് വാരലും ഇല്ല. ഓഹോ, ഈ കളർഫുൾ ഡ്രസ്സിംഗ് ഒക്കെ ഒന്ന് മാറ്റണം. ഒരുമാതിരി കോളേജ് പിള്ളേരെ പോലെ. ഇതൊന്നും പോലീസുകാർക്ക് ചേരില്ല. ആളുകൾക്കൊരു പേടി തോന്നില്ല ഇങ്ങനെ കണ്ടാൽ. ജനങ്ങളെ പേടിപ്പിക്കുന്നവരാവണം പോലീസ് എന്ന് ഏത് ട്രെയിനിങ് ക്യാമ്പിലാണ് സാർ പഠിച്ചത്? സുഹൃത്തായിരിക്കണം പോലീസ് ജനങ്ങൾക്കും സമൂഹത്തിനും. വാക്കിലും നോക്കിലും പെരുമാറ്റത്തിലും മാത്രമല്ല, ഡ്രസ്സിലും വേണം ചേഞ്ച്. ഫീൽ ചെയ്യണം ജനത്തിന് നമ്മളെ അവരിലൊരാളായി. അപ്പൊ ഈ ക്രിമിനൽസിനും അങ്ങനെ തന്നെ ഫീൽ ചെയ്താലോ? ചെയ്യില്ല. അപ്സ്റ്റെയർ വേക്കന്റ് അല്ലാത്തവർ പോലീസായാൽ അങ്ങനെ ഫീൽ ചെയ്യില്ല. ഞങ്ങളുടെ നാട്ടിൽ ചിലരെ കുറിച്ച് പറയും, അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമുള്ളവരെന്ന്. താൻ ആ ടൈപ്പ് ഒന്നും അല്ലല്ലോ. ഹേയ്, പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ആ യൂസേജിൽ ചെറിയൊരു മാറ്റമുണ്ട്. അഴകുള്ളവനെ അപ്പ എന്ന് വിളിക്കുന്നവൻ. അതുകൊണ്ട് മേക്കാടൻ എന്നെ ധൈര്യമായിട്ട് വിളിക്കാം അപ്പ എന്ന്. മിസ്റ്റർ മേനോനെ, നിങ്ങൾ വർക്ക് ചെയ്ത അതർ സ്റ്റേറ്റ്സ് പോലെ അല്ല കേരളം. ഇവിടെ നല്ല കായികാധ്വാനം വേണ്ടിവരും കേസിന്റെ ഡെഡ് ലോക്ക് പൊട്ടിക്കാൻ. എന്താടോ? ഹേയ്, ഒന്നുമില്ല സാർ. ഒന്നുമല്ല, താൻ എന്നെ ഒന്ന് ആക്കിയതാ. എടോ, പേരിന്റെ മുമ്പിൽ ഡോക്ടർ എന്നൊന്നും ഇല്ലാന്നേ ഉള്ളൂ. ഞാനും നല്ല അസല് പോലീസുകാരനാ. അല്ലെന്ന് പറഞ്ഞോ സാർ ആരെങ്കിലും? ഈ കോംപ്ലക്സ് ഉണ്ടല്ലോ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അത് മനസ്സിന് ആദ്യം കളയണം. അപ്പൊ ഫ്രസ്ട്രേഷൻ മാറും. ഫ്രസ്ട്രേഷൻ മാറിയാൽ കോൺസെൻട്രേഷൻ കിട്ടും. കോൺസെൻട്രേഷൻ കിട്ടിയാൽ ദാ ഇതൊക്കെ വെരി സിമ്പിൾ. ലൈക്ക് ദിസ്. അപ്പോ സഹായം വേണോ എനിക്ക്?
ഗുണ്ടാ ലിസ്റ്റ് എന്താ തരില്ലേ? ആ അതാ. ആ പിന്നെ മേക്കാടൻ വക നമ്പ്യാർ വധ അന്വേഷണ റിപ്പോർട്ട് പഠിച്ചു ഞാൻ. കുഴപ്പം. ഐ എം വെരി അപ്സെറ്റ്. ബട്ട് യു ഡോണ്ട് ഹാവ് എനി റീസൺ ടു ബി അപ്സെറ്റ്. ശരിയാക്കിയെടുക്കാം, ശരിയാക്കിയെടുക്കും. ആള് കൊള്ളാല്ലേ സാർ? എവിടുന്ന് കിട്ടി ഈ പേര്? അത് അമ്മയോട് ചോദിക്കണം. സ്വന്തം പേരിന്റെ കാര്യമല്ല. വിബ്ജിയോർ, യുവർ നോവൽ. മഴവില്ല് ഇഷ്ടമായിരുന്നു കുട്ടിക്കാലം മുതലേ. ഗുഡ്. മഴവിൽ ഇഷ്ടപ്പെടുന്ന, മുഖത്ത് നനുത്ത രോമങ്ങളുള്ള, നീളൻ കൈവിരലുകളുള്ള വിബ്ജിയോറിന്റെ സൃഷ്ടാവിന് എങ്ങനെ കഴിയുന്നു ഒരാളെ കൊല്ലാൻ? വാട്ട് യു മീൻ? കൃഷ്ണൻ നമ്പ്യാരുടെ മരണം, അതിന്റെ പിന്നിൽ സൂസനും സൂസന്റെ സംഘടന ദിശയുമല്ലേ? ലൈൻ കൊള്ളാം. ക്രിമിനോളജിയിൽ ഡോക്ടറേറ്റ്, യങ്, ബ്രില്യന്റ് എന്നൊക്കെ പത്രങ്ങൾ വാഴ്ത്തിയപ്പോ ഈ മിറക്കിൾ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒറ്റ ദിവസം കൊണ്ട് തന്നെ കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ നമ്പ്യാർ വധക്കേസിലെ കൊലയാളി കൂട്ടത്തെ. മിസ്റ്റർ അപ്പൻ മേനോൻ, എന്റെ ജീവിതം തന്നെയാണ് എന്റെ സന്ദേശം എന്ന് പറയാനുള്ള ധൈര്യം കാണിച്ച ഒരേ ഒരാളെ ഇന്ത്യയിൽ ജീവിച്ചിരുന്നുള്ളൂ, ഗാന്ധിജി. ആ ഗാന്ധിജിയുടെ സ്വപ്നങ്ങളെ പ്രാവർത്തികമാക്കാൻ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ദിശ. നമ്പ്യാരെ പോലുള്ള ഒരു അഴിമതിക്കാരനോട് എന്തുമാത്രം വിയോജിപ്പുണ്ടായാലും ഒരിക്കലും ഞങ്ങൾ കൊല്ലില്ല. മുന്നിൽ ഗാന്ധി, പിന്നിൽ ഗോഡ്സെ, മുന്നിൽ ബുദ്ധൻ, പിന്നിൽ ഹിറ്റ്ലർ. ഇന്ത്യയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്ന എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയും ഗ്രൂപ്പുകളുടെയും തന്ത്രമാണ്. സമൂഹ മധ്യത്തിൽ സ്വീകാര്യത നേടാൻ ഇതിലും നല്ല വഴി വേറെ ഇല്ലെന്ന് അവർക്കറിയാം. ഒരു നുണ 100 ആവർത്തി പറഞ്ഞാൽ സത്യമായി ഭവിക്കുമെന്നറിയാവുന്ന ഇത്തരം ചെറു ഗ്രൂപ്പുകളുടെ ചരിത്രമൊന്നും പഠിപ്പിക്കണ്ടെന്നെ. സൂസൻ അറിയോന്നറിയില്ല, കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ മനുഷ്യാവകാശ സംഘടനകളുടെയും പിന്നിൽ വർഗീയ സംഘടനകളാണ്. ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതും അവരാണ്. ദിശ അങ്ങനെ ഒരു സംഘടനയല്ല. മുന്നിലും പിന്നിലും ഗാന്ധിജി. ലക്ഷ്യം പോലെ തന്നെ പ്രധാനമാണ് മാർഗവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആദ്യം ഒരു സ്വകാര്യ TV ചാനലിലും പിന്നെ ഈ പത്രങ്ങളിലും വന്ന വാർത്തകളുടെ പിന്നിൽ ദിശയല്ലേ? അതെ. ഓക്കേ, എവിടുന്ന് കിട്ടിയ ഈ വിവരങ്ങൾ? സംഘടനാ ഓഫീസിലെ ലെറ്റർ ബോക്സിൽ നിന്ന് കിട്ടിയ ഒരു CD. അതിലാണ് ഈ വിവരങ്ങൾ ഉണ്ടായിരുന്നത്. ഓ, ആരാണ് CD ലെറ്റർ ബോക്സിലിട്ടത്? അറിയില്ല. അന്വേഷിച്ചില്ലേ? എന്തിനന്വേഷിക്കണം? വിവരങ്ങൾ സത്യമാണോ അത് മാത്രം നോക്കിയാ പോരെ? ഊമക്കത്തുകൾ ഹർജികളായി കോടതികൾ പോലും സ്വീകരിക്കാറുണ്ടെന്ന് ഓർക്കണം ഡോക്ടർ അപ്പൻ മേനോൻ. Then you may go. പക്ഷെ ഒരു കാര്യം, സംഘടനാ പ്രവർത്തനത്തിലൂടെ സിദ്ധിച്ച ആർഗ്യുമെന്റ് പവർ ഉപയോഗിച്ച് എന്നെ കൺവിൻസ് ചെയ്ത് കളഞ്ഞൊന്ന് ധരിക്കരുത്. സൂസന്റെയും ദിശയുടെയും പിറകിൽ എന്നും ഉണ്ടാവും എന്റെ കണ്ണുകൾ. ഓൾവേസ് വെൽക്കം. എക്സ്ക്യൂസ് മീ, നന്നായിട്ടുണ്ട്. നോട്ട് യു, യുവർ നോവൽ വിബ്ജിയോർ. താങ്ക് യു. സാർ, മേക്കാടൻ സാർ തന്നിച്ച ഗുണ്ടാലിസ്റ്റാണ്.